സർ, എന്തായാലും എണ്ണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിന്റെ ഉൾപ്പെടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ സാധാരണക്കാരായ പലരും ക്രൂഡ് ഓയിലിന്റെ വില ഉയരും എന്നതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല. നമുക്കാകെ ഇപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്നത് പാചകവാതകത്തിന്റെ ആ ഒരു പ്രതിസന്ധി മാത്രമാണ്. പക്ഷേ ക്രൂഡ് ഓയിലിന് കൂടി വില ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധി? ഏത് രീതിയിൽ നമുക്കിത് തരണം ചെയ്യാൻ സാധിക്കും? എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണം? സാർ, ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തും? നീതു ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരം നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളും വളരെ സങ്കീർണമാണ്. ആദ്യത്തെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ക്രൂഡ് ഓയിൽ വില ഉയരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശത്തു നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കകത്ത് പെട്രോളിന്റെ വില എങ്ങനെ, ഡീസലിന്റെ വില എങ്ങനെ, പാചകവാതകത്തിന്റെ വില എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യക്കകത്ത് നിന്നാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ വിലക്കയറ്റം വരുമോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ വിലക്കയറ്റം വന്നു തുടങ്ങിയിട്ടില്ല. അതായത് പുറത്തുനിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ വില, പാചകവാതകത്തിന്റെ വില ഇന്ത്യയിലെ ആളുകൾക്ക് ഫലപ്രദമായി വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ട്, ഇന്ത്യയിൽ എങ്ങനെയായാലും ശരി കേരളത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ മലയാളിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. ഇത് ഇന്ത്യയിൽ നിന്ന് ചെറുതായിട്ട് വ്യത്യസ്തമാണ്. അപ്പോ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തെ എങ്ങനെ ബാധിക്കും? കേരളത്തിലെ ഒരു ചെറിയ വ്യാപാരിയെ എങ്ങനെ ബാധിക്കും? ഇവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരെ എങ്ങനെ ബാധിക്കും? ഇവിടുത്തെ ചെറുകിട വൻകിട ഹോട്ടൽ ഉടമയെ അതെങ്ങനെ ബാധിക്കും? ഒരു പ്രവാസി കുടുംബത്തെ എങ്ങനെ ബാധിക്കും? ശമ്പളത്തിൽ മാത്രം ജീവിക്കുന്നവരെ എങ്ങനെ ബാധിക്കും? അല്ലെങ്കിൽ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നവരെ എങ്ങനെ ബാധിക്കും? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് എന്നാണ്, അല്ലെങ്കിൽ സങ്കീർണമാണ്. അതിന്റെ ഇഫക്റ്റ് ഉടനെ വന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ വരാനുള്ളൊരു സാധ്യതയാണ് നാം കാണുന്നത്. ഇതിപ്പോ ഗ്യാസിന്റെ ദൗർലഭ്യവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമല്ല, മൊത്തത്തിൽ ഇതിനെപ്പറ്റിയാണ് പറയേണ്ടത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൂരെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് രണ്ടോ മൂന്നോ അനേകം രാജ്യങ്ങളോ തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സാമ്പത്തികമായിട്ടുള്ള കണക്കുകളെ കുറിച്ചോ മാത്രമല്ല. ഇത് നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിനെ എങ്ങനെ ബാധിക്കും, വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വില എങ്ങനെ ബാധിക്കും, മാർക്കറ്റിലെ പച്ചക്കറിയെ എങ്ങനെ ബാധിക്കും, ഓരോ കുടുംബത്തിന്റെയും കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കും, ഇതാണ് നാം ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത്. അതിന് മാത്രമാണ് നമുക്ക് സത്യം പറഞ്ഞ പ്രസക്തി, ഇത് കേൾക്കുന്നവർക്കുള്ള പ്രസക്തി. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഉയരുകയാണെന്നുള്ളതാണ്. ഈ ക്രൂഡ് ഓയിൽ വില ഏകദേശം 60-70 ആയിരുന്നത് ഇപ്പൊ $119 വരെ ഒരു ബാരലിന് ഉയർന്നിട്ടുണ്ട്. അതിങ്ങനെ എല്ലാ ദിവസവും കൂടിയും കുറഞ്ഞും ഇരിക്കും. ചിലപ്പോൾ ഒരു ദിവസം 25% കൂടും, അടുത്ത ദിവസം 25% കുറയും. എന്തായാലും ഇന്നത്തെ വില ഒരു 100 തൊട്ട് താഴെയാണ്. അതിപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അതേ സമയത്ത് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് പണപ്പെരുപ്പ റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്നിപ്പോ ഇന്ത്യ. അതായത് ഫെബ്രുവരിയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3.21 ആയി ഉയർന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇത് പണ്ട് 2.78 ഒക്കെ ആയിരുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് എന്താ പറയുക, ഈ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് തന്നെ നഗരത്തിലും ഗ്രാമങ്ങളിലും വ്യത്യാസമാണ്. എപ്പോഴും നഗരങ്ങളിലാണ് പലപ്പോഴും ഈ പണപ്പെരുപ്പം കുറച്ച് കുറഞ്ഞിരിക്കുന്നത്, ഗ്രാമങ്ങളിൽ കുറച്ച് കൂടുതലാണ്. ഇനി ഈ പണപ്പെരുപ്പത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട ആളുകളെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം 4ആണ്. പണപ്പെരുപ്പം 4 താഴെ അല്ലെങ്കിൽ 4നെ ചുറ്റിപ്പറ്റി നിർത്തുക. 2 മുതൽ 6 വരെ നമുക്ക് കംഫർട്ട് സോൺ ആണെന്നാണ്, അതായത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു പണപ്പെരുപ്പ നിരക്കാണെന്നാണ് റിസർവ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഈ 4ആണ് ലക്ഷ്യമെങ്കിലും 4ലും വളരെ താഴെയായിരുന്നു നമ്മുടേത്. 2.7 ആയിരുന്നു. അത് കഴിഞ്ഞ മാസം അതിപ്പോ 3.21. ഇത് ഞാനിപ്പോ പറയുന്നത് കണക്കുകളാണ്. അത് ചുരുക്കം പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷെ എന്റെ പ്രശ്നം, ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നാളെ നമ്മുടെ അടുക്കളയിൽ എത്തുമോ? ഇത് ഗ്യാസിന്റെ കാര്യം മാത്രമേ അല്ല പറയുന്നത്.
ഇത് മലയാളിയെ സംബന്ധിച്ച് മലയാളിയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പം ബാധിച്ചു തുടങ്ങിയിട്ടില്ല. നമുക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഷോർട്ടേജ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം. അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇത് നമ്മുടെ നാളത്തെ പച്ചക്കറിയുടെ വില എങ്ങനെ ബാധിക്കും, പെട്രോളിന്റെ വില എങ്ങനെ ബാധിക്കും, സിലിണ്ടറിന്റെ വില എങ്ങനെ ബാധിക്കും, ബസ് ചാർജിന്റെ വില എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇത് കാരണം ഇതാണ് കേരളത്തിലെ മലയാളികളായിട്ടുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന വിഷയം. എന്തുകൊണ്ടാണ് ഞാൻ മലയാളിയുടെ കാര്യം എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, കേരളം പൊതുവെ ഒരു മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വെച്ച് നോക്കുമ്പോൾ കൺസ്യൂമർ ഡിപ്പെൻഡന്റ് സംസ്ഥാനമാണെന്ന് പറയും. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും പല വസ്തുക്കളും പുറത്തു നിന്നാണ് വരുന്നതെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കേരളത്തിലല്ല ഉണ്ടാക്കുന്നത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ധന ചെലവിൽ, നമ്മുടെ രാജ്യത്തെ ഇന്ധന ചെലവിൽ മാറ്റം വന്നാൽ, ഗതാഗത ചെലവിൽ വ്യത്യാസം വന്നാൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാസി ബന്ധം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള സംസ്ഥാനം മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഉള്ളത് കേരളത്തിൽ നിന്നാണ്. അവരെ മാനസികമായും സാമ്പത്തികമായും ബാധിച്ചാൽ അത് കേരളത്തെയും ബാധിക്കും. അതുകൊണ്ട് ഇതിനെ ഒരു മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം ഈ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഉയരുകയാണെന്നുള്ളത്. പക്ഷേ ഈ സംഘർഷം കൊണ്ട് വില ഉയരുന്നത് മാത്രമല്ല, അനിശ്ചിതാവസ്ഥ അതിനേക്കാളും കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. അതായത് ഇന്ന് എന്ത് സംഭവിക്കുന്നു, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഉറപ്പില്ലായ്മയാണ് വില കൂടുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്കറിയാം ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ഇറാൻ പറയാത്ത അവിടെ കൂടെ കപ്പലുകൾ പോകില്ല. അമേരിക്ക പറഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും ഇറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള കപ്പലുകളെ വരാൻ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇന്നലെയും 3 കപ്പലുകൾക്ക് ആക്രമണത്തിൽ തീപിടിക്കുകയുണ്ടായി. അപ്പൊ ഇതിനകത്ത് പല 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 കാരണങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മുടെ വിപണിയിലെ ആശങ്ക? എണ്ണ വിതരണം തടസ്സപ്പെടുമോ? കപ്പലുകൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടോ? ഇൻഷുറൻസിന്റെ ചെലവ് കൂടുമോ? കയറ്റുമതി, അതായത് ഇങ്ങോട്ട് എണ്ണ കയറ്റി അയക്കുന്നതിൽ താമസം നേരിടുമോ? നാളെ, ഇന്നിപ്പോ ഓക്കെയാണ്, നാളെ നമുക്ക് എണ്ണ കിട്ടാത്ത ഒരു അവസ്ഥ വരുമോ? ഇതൊക്കെയാണ് വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ 3.21 ആണെന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നമ്മുടെ പെട്രോളിന്റെ വില ലിറ്ററിന് ഇപ്പൊ എത്ര, ഗ്യാസ് സിലിണ്ടറിന്റെ വില എത്ര, മീനിന്റെ വില കൂടിയോ, പച്ചക്കറിയുടെ വില കൂടിയോ, ഹോട്ടലിന്റെ ഭക്ഷണം ഇനി വില കൂടുമോ, ബസ് ഓട്ടോ ടാക്സി നിരക്കുകൾ കൂടുമോ, കുടുംബ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കേണ്ടി വരുമോ? അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ കേരളത്തെ എങ്ങനെ ബാധിക്കും? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ വ്യാവസായികമായ ഉൽപ്പന്നമായ ഒരു സംസ്ഥാനമല്ല. ഈവൻ ഭക്ഷണത്തിന് പോലും അരിക്കും ഗോതമ്പിനും പഞ്ചസാരയ്ക്കും എല്ലാത്തിനും, ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പച്ചക്കറി, പഴം, മാംസം, കോഴി, ധാന്യങ്ങൾ, അതായത് നിർമ്മിതമായിപ്പെട്ട സാധനങ്ങൾ എല്ലാം വരുന്നത് ഒന്നുകിൽ തമിഴ്നാട്, അല്ലെങ്കിൽ കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര. ഞാൻ എന്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു? ഇതാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് സാധനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബീഹാറിൽ നിന്ന് വരുത്തേണ്ട കാര്യമില്ല. നമുക്കുള്ള സാധനങ്ങൾ, നമുക്ക് നിത്യമായിട്ട് വേണ്ട സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ UP-യിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ കൊണ്ടുവരുന്നത് മണ്ടത്തരമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ വേറൊരു സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോ തമിഴിനുള്ള ബുദ്ധിമുട്ടല്ല മലയാളിക്കുള്ളത്, കർണാടകത്തിലുള്ള ഒരാൾക്കുള്ള പ്രശ്നമല്ല മലയാളിക്കുള്ളത്, ആന്ധ്രയിലുള്ള ഒരാൾക്കുള്ള പ്രശ്നമല്ല മലയാളിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതായത് ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ വരുന്ന ചെലവിൽ വരുന്ന മാറ്റമാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത്. അത് ഇപ്പൊ പ്രശ്നമില്ലെങ്കിൽ പോലും അത് സമീപ ഭാവിയിൽ ഉയരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണണം. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഒരു സാധാരണ കുടുംബം ഒരു മാസം ചെലവാക്കേണ്ടി വരുന്നത് എന്താ? ഒന്ന് വീട്ടുവാടക ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ലോൺ. ഇനി ഇപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് വീട്ടുവാടക കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട് വെച്ചതിന് EMI ലോൺ അടയ്ക്കുന്നുണ്ടോ, വാഹനത്തിന് ഇന്ധനം എത്ര അടിക്കണം,
ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കേണ്ടി വരും, കുട്ടികളുടെ പഠന ചെലവുണ്ട്, ഭക്ഷ്യ വസ്തുക്കൾ മേടിക്കാനുണ്ട്, മരുന്നുണ്ട്, വൈദ്യുതി, യാത്ര, മൊബൈൽ, ഇന്റർനെറ്റ്, അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കണേ അതിന്റെ ചെലവ്. അപ്പോ ഇന്ധന ചെലവ് കൂടുകയാണെങ്കിൽ ഇതിനെയൊക്കെ ഒരു പക്ഷേ ബാധിച്ചേക്കാം. അതാണ് നാം പറഞ്ഞു വേണം. അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കാം, നമ്മുടെ കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നമ്മുടെ സ്വകാര്യ വാഹന ഉപയോഗം വളരെ കൂടുതലാണ്. അതായത് ഉദാഹരണത്തിന് ബൈക്ക് ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, സ്കൂട്ടർ, ടാക്സി, ഓട്ടോ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്രോളിന് വില വർധന വന്നാൽ, ഡീസലിന് വില വർധന വന്നാൽ നമ്മളെ അത് ബാധിക്കും. അടുത്തത്, നമ്മുടെ ജീവിത നിലവാരം പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതലാണ്. എന്നാലും നമുക്ക് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നതായ, അതായത് മിച്ചം പിടിക്കാൻ വലുതായിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് മലയാളി. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു ചെലവിൽ കൂടുതൽ വന്നാൽ പോലും മലയാളിയുടെ ബഡ്ജറ്റിനെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലായില്ലേ, ഇപ്പൊ ഈ ഡീസൽ, ഈ ക്രൂഡ് വില കൂടിയാൽ അത് എതുവഴിയൊക്കെ നമ്മളെ ബാധിക്കാമെന്നും കൂടെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, പെട്രോൾ ഡീസൽ വില കൂടുകയാണ് എന്ത് സംഭവിക്കും? നമുക്ക് ഓഫീസിലേക്ക് പോകുന്നവരും വരുന്നവരും ചെലവാക്കേണ്ടി വരുന്നത് കൂടും. സ്കൂളിലേക്ക്, കോളേജുകളിലേക്ക് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന മാതാപിതാക്കൾ, അവരുടെ ചെലവ് കൂടും. സെയിൽസ് ജീവനക്കാരുണ്ട്, ഇവർക്കെല്ലാം പലപ്പോഴും സെയിൽസിന്റെ ഒരു ഫിക്സഡ് ചാർജാണ്. പെട്രോൾ അവർ കയ്യിൽ നിന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ചെലവ് കൂടും. ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക് കൂടും. ചെറിയ ബിസിനസ് നടത്തുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. ഡെലിവറി തൊഴിലാളികൾ, ഇവർക്ക് വേണ്ടി. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമായതുകൊണ്ട് അത് അവരുടെ ടോട്ടൽ ബഡ്ജറ്റിനെ ബാധിക്കും. ഒരു സാധാരണ പല വിധത്തിലായിട്ട് ഒരു കുടുംബം 5000 മുതൽ 12,000 രൂപ വരെ ഇന്ധനത്തിന് ചെലവാക്കുന്നു എന്നാണ് കണക്കാക്കുക. അതൊരു 10% കൂടിയാൽ പോലും ബഡ്ജറ്റിന് പ്രശ്നമുണ്ടാകാം. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് LPG പാചകവാതകം. ഇതിന് ഇപ്പം വില കൂടിയിട്ടില്ല. ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ടേജ് ആണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം. പക്ഷേ ഇത് മറ്റേ ഈ കമേഴ്ഷ്യൽ സപ്ലൈയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും? അവര് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിറകിന് വേണ്ടി കൂടുതൽ ചെലവാക്കേണ്ടി വരും. അപ്പൊ അതിന് ഉള്ള വലിയ ഒരു പ്രശ്നം നീണ്ടു നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോട്ടലിന്റെ ഭക്ഷണത്തിനുള്ള ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. 60 രൂപ വരുന്നത് ഒരു പക്ഷേ 70 രൂപയാവും, 120 ആയിരുന്നത് 140 ആവും. ഇത് ചെറിയ വർധനവാണെന്ന് തോന്നാം. ഇത് ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിൽ വരുന്ന വില വ്യത്യാസം ഒരു 15%, 20% വരെ കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വില കൂടുമ്പോൾ പച്ചക്കറിയുടെ വില കൂടും, പഴത്തിന്റെ വില കൂടും, മീനിന്റെ വില കൂടും, ദൈനംദിനം നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ വില കൂടും. കാരണം ലോറിയുടെ ചെലവ് കൂടുകയാണ്, ഡീസലിന്റെ ചെലവ് കൂടുകയാണ്, ഹോൾസെയിൽ ട്രാൻസ്പോർട്ടിന്റെ വില കൂടുകയാണ്, കോൾഡ് ചെയിൻ, പലപ്പോഴും നമ്മൾ തണുപ്പിച്ച് കൊണ്ടുവരേണ്ട സാധനങ്ങളുണ്ട്, അതിന്റെയൊക്കെ വില, മീനായിക്കോട്ടെ, മാംസമായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ചെലവ് കൂടും. അത് മാത്രമല്ല, തക്കാളിയുടെ വില കൂടും, ഉള്ളിയുടെ വില കൂടും, ഉരുളക്കിഴങ്ങിന്റെ വില കൂടും, കോഴി മുട്ടയ്ക്കും വില കൂടും, പാലുൽപ്പന്നങ്ങൾക്ക്, ഇതെല്ലാം നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പെട്രോൾ ഡീസലിന്റെ വില കൂടുന്നു. ഇനി എപ്പോൾ കൂടും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് ഗവൺമെന്റ് മേടിച്ച് പലപ്പോഴും ഗവൺമെന്റിന്റെ പോളിസി വെച്ചിട്ട് ഇപ്പം നമ്മൾ പറയും മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അതായത് നമ്മൾ മേടിക്കുന്ന വില കൂടിയാൽ വിൽക്കുന്ന വില കൂടും എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യം, പലപ്പോഴും ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ സർക്കാർ കമ്പനികളാണ്, നമ്മുടെ മിക്കവാറും എല്ലാ ഓയിൽ കമ്പനികളും സർക്കാർ കമ്പനികളാണ്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, BPCL, അങ്ങനെ പലതുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഇങ്ങനെ ഇവരോട്, സർക്കാർ കമ്പനികളാണ്, ഇവരോട് കുറച്ച് നഷ്ടം സഹിക്കാൻ പറയും, സർക്കാർ തന്നെ പറയും, അങ്ങനെ വില ഉയരാതിരിക്കും. പക്ഷെ ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്ന, അല്ലെ ഈ മാസങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം അവർ കാലക്രമേണ നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കും. അതിനകത്ത് സംശയമില്ല. കാരണം നഷ്ടത്തിൽ ഒരു സ്ഥാപനവും നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പതുക്കെ ഓയിലിന്റെയും പെട്രോളിന്റെയും വില കൂടും, സ്വകാര്യ ബസ് ചാർജ് വർധന ഉണ്ടാവും, ഓട്ടോ നിരക്കിനെ കുറിച്ച് പ്രശ്നം വരും, ഓട്ടോ ചാർജ് കൂട്ടാൻ അവർ ആവശ്യപ്പെടും, ടാക്സി ചാർജ് കൂട്ടാൻ ആവശ്യപ്പെടും, കയറ്റുമതി ഇറക്കുമതി ചെലവുകൾ കൂടും, ഓൺലൈൻ ഡെലിവറിയുടെ കാശ് പതുക്കെ കൂടും, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ കാശ് കൂടും. അങ്ങനെ പെട്രോളിന് വില കൂടുമ്പോൾ തന്നെ നമ്മുടെ നാട്ടില് പണപ്പെരുപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അടുത്തത്, നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കും? നമ്മുടെ നാട്ടിൽ ശമ്പളത്തിൽ ജീവിക്കുന്നവരും പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഒരു ഫിക്സഡ് ആയിട്ടുള്ള തുകയാണ്.
അവർക്കുള്ള ഈ സ്കൂൾ ഫീസ്, EMI, വാഹന ചെലവ്, ഗ്രോസറി, മെഡിക്കൽ ബില്ല് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ ചെലവ് കൂടുമ്പോൾ ഒന്ന് അവരുടെ വരുമാനം കൂടുന്നില്ല, പെട്ടെന്ന് അങ്ങനെ കൂടുന്നില്ല. അപ്പൊ അതിനകത്ത് ചെലവ് കൂടിക്കഴിയുമ്പം അത് അവരുടെ കുടുംബ ബഡ്ജറ്റിനെ വല്ലാണ്ട് ബാധിക്കും. അപ്പൊ എന്ത് പറ്റി? നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുന്നത് കുറയും, വിനോദയാത്രകൾ പോകുന്നത് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും, യാത്രകൾ തന്നെ മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കും, നമ്മുടെ കയ്യിൽ മിച്ചം നമുക്ക് സമ്പാദിക്കാനുള്ള കാശ് കുറയും. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇത് എല്ലാവരെയും, ചെറിയ കടക്കാരനെ, ബേക്കറി യാത്രക്കാരനെ, ചായക്കട, ഹോട്ടല് തുടങ്ങി ഡെലിവറി സർവീസ് ഉള്ള ആളുകള്, സാധാരണ ശമ്പളത്തിൽ ജീവിക്കുന്നവര്, പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർ, ഇവർക്കെല്ലാം വലിയ പ്രശ്നമാണ്. അത് സാമ്പത്തിക ഭാരം കൂടും. ഇനി ഇപ്പൊ ഇതിനകത്ത് ഈ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയം വളരെ പ്രസക്തമാണ്, വിദേശ നയം വളരെ പ്രസക്തമാണ്, നമ്മുടെ എനർജി സെക്യൂരിറ്റി. ഇപ്പൊ നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ട്. അപ്പം നമ്മളെ പെട്ടെന്ന് ബാധിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പരിപാടി, നമ്മുടെ ഗ്യാസിന്റെ ശേഖരം കുറവായിരുന്നു. നമ്മുടെ ഇന്ത്യക്കകത്ത് ഗ്യാസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ്, CNG ഗ്യാസ്, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴി വരുന്ന ഗ്യാസ്, ഇതിന്റെ സംഭരണം കുറവായിരുന്നു. ഏകദേശം ഒരു 15 ദിവസം 20 ദിവസത്തേക്കുള്ള ഗ്യാസിന്റെ സ്റ്റോക്കേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റോക്ക്, അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രശ്നം തുടങ്ങി ഒരാഴ്ചക്കകത്ത് തന്നെ സർക്കാർ പറഞ്ഞത് ഇത് ജനങ്ങളെ തൽക്കാലം ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് തൽക്കാലം നിയന്ത്രിക്കുന്നില്ല, പക്ഷെ മറ്റതിന് നിയന്ത്രണം വന്നതിന്റെ കാരണം അതാണ്. അതൊരു മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം അത് മാത്രമല്ല, ഇത് എങ്ങനെ സർക്കാരുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കോ, സബ്സിഡികൾ, പെട്രോളിനും ഡീസലിനും ഉള്ള സബ്സിഡി തിരിച്ചു കൊണ്ടുവരുമോ, ഓയിൽ കമ്പനികളടുത്ത് കൂടുതൽ ശക്തമായി നഷ്ടം സഹിക്കാൻ പറയുമോ? ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വില കൂടുന്നു. ഇതൊന്നും നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതായത് തൽക്കാലത്തേക്കൊക്കെ കുറച്ച് ഗവൺമെന്റ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും ഇത് യുദ്ധം നീണ്ടുപോവുകയാണ്, ഇതിന് ഷോർട്ടേജ് വരികയാണ്. വലിയ തോതിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും, അതായത് ക്രൂഡ് ഓയിലിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി ജനങ്ങളിലേക്ക് എത്തും, കേരളത്തിലേക്ക് എത്തും. അത് കേരളത്തിനെ ഏറ്റവും അധികം ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നീതു, എനിക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം. ഇല്ല സാർ, വ്യക്തമാണ്. എന്തായാലും ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനാണ് സാധ്യത. അത് ഏത് രീതിയിൽ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തെ ബാധിക്കും എന്നതാണ് സാർ വിശദീകരിച്ചത്. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലെ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇന്നത്തെ കാര്യമല്ല സാർ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.